ഭക്ഷണം കഴിഞ്ഞല്ലോ അവരുടെ കഴിച്ചോ? നമ്മളെ റിവിഷൻ ആണ് കേട്ടോ. 6th മൊഡ്യൂൾ എടുക്കാം. ഫിഫ്ത് മൊഡ്യൂളിലെ ചാപ്റ്റർ 2. PDF കാണുന്നില്ലേ പറയണം കേട്ടോ. കാണാമോ? Chapter 2 functions of hospitals. നിങ്ങളെല്ലാവരും കോൺവൊക്കേഷൻ വരില്ലേ? EG4ന്റെ എന്തായാലും വരണം കേട്ടോ. നമ്മളിനി കാണൂലല്ലോ. പേജ് നമ്പർ അറിയാമോ എത്രയാണോ? എടുക്കട്ടെ കേട്ടോ. അലവിനില്ല. അൽവിനോട് ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഭയങ്കര അഭിമാനമാണ് തന്നെ കുറിച്ച്. എന്താണെന്നറിയോ? ഇതേപോലെ ഒരു HAയിലും ഇല്ല, HA PGയിലും ഇല്ല, ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആണെന്ന് ഒരു ആൺകുട്ടി. ആ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റലില് നമ്മള് 4 ഫങ്ഷൻസ് ജസ്റ്റ് റിവൈസ് ആണ് കേട്ടോ. ഡിവിഷൻ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഇതിൽ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റലില്? 4 ബേസിക് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ ഫങ്ഷൻസ് 4 ഏതൊക്കെയാണ്? ക്യൂറേറ്റീവ് ഫങ്ഷൻ, പ്രിവെന്റീവ് ഫങ്ഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫങ്ഷൻ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് അറിയപ്പെടുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? ക്യൂറേറ്റീവ് എന്ന് പറയുന്നത് അല്ലെ? യെസ്. എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് patient care means primary function of hospital and focused on providing patient care. It means any type of care given by the patient by health team members also include health education to patients. ഇവിടെ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ ക്യൂറേറ്റീവ് ആണ് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്കൻഡറി ഫംഗ്ഷൻ എന്തായിരിക്കും? സെക്കൻഡറി ഫംഗ്ഷൻ പ്രിവെന്റീവ് ആണ് അല്ലെ? പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ് സെക്കൻഡറി ഫംഗ്ഷൻ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ,
യെസ്, അതായത് ഹെൽത്ത് പ്രൊമോഷൻ ആണ് ഇവിടെ വരുന്നത് പ്രിവെന്റീവില്. യെസ്. പിന്നെ ട്രെയിനിങ് ഫങ്ഷൻസ് എന്താണ്? വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട്, അത് സെക്കൻഡറി ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽസ് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. റിസർച്ച് ഫങ്ഷൻ എന്താണ്? അതും സെക്കൻഡറി ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നു. ഹെൽത്ത് റിലേറ്റഡ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് റിസർച്ച് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി അതില് നമ്മൾ മോക്ക് ടെസ്റ്റ് തരാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടോ? കയ്യിലുണ്ടോ? ബുക്ക് എഴുതി വെച്ച കയ്യില് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അതിൽ ഉൾപ്പെടുത്താതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് ബുക്കുകൾ കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഗൈഡ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ പേജിലെ ഗൈഡ്? അച്ഛനയുടെ ഉണ്ട്, കാർത്തികയുടെ ഉണ്ട്. ആൽവിൻ ഉണ്ടോ ഗൈഡ്? അങ്ങനൊക്കില്ല. ആൽവിന് ഗൈഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കുക. ഇതിൽ കാണാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയപ്പെട്ടതൊന്ന് ടീച്ചർ ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which of the following is considered the primary function of a hospital? Which of the following is considered the primary function of a hospital? ഇതിൽ ഓപ്ഷൻ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഏതാണെന്ന് അറിയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞാലും മതി. മൈക്ക് ഓൺ ആണ് കേട്ടോ. ആൻസർ വന്നു കഴിഞ്ഞല്ലേ. ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റിസർച്ച്, ട്രെയിനിങ്, ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. അപ്പൊ ഏതാണ് പ്രൈമറി ഫംഗ്ഷൻ ഇതില്? ഓപ്ഷൻ സി ആണ് അല്ലെ, ക്യൂറേറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, അതൊരിക്കലും മാറിപ്പോവരുത് കേട്ടോ. യെസ്. Then second question, the preventive function of a hospital is primarily concerned with the preventive function of a hospital is primarily concerned with the preventive function നമ്മൾ എന്താണ് primary concern ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഹെൽത്ത് പ്രൊമോഷൻ, പേഷ്യന്റ് കെയർ, ട്രെയിനിങ് ഹെൽത്ത് പ്രൊഫഷണൽസ്, കണ്ടക്ടിങ് റിസർച്ച്. ഏതാണ്? ഹെൽത്ത് പ്രൊമോഷൻ. യെസ്, വെരി ഗുഡ്. ഹെൽത്ത് പ്രൊമോഷൻ ആണ് കേട്ടോ. പേഷ്യന്റ് കെയർ അല്ല, ഹെൽത്ത് പ്രൊമോഷൻ ആണ്. ഓക്കെ, പി അല്ല, എ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ തന്നിട്ടുണ്ടോ മോക്ക് ടെസ്റ്റില്? നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കാം. വിച്ച് ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, നിങ്ങൾക്ക് കണ്ടാലും എഴുതാൻ പറ്റും ചില ചോദ്യങ്ങൾ. ഇത് എളുപ്പമല്ലേ. വിച്ച് ഫംഗ്ഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഫോക്കസസ് ഓൺ പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പേഴ്സണൽ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കാം. വിച്ച് ഫംഗ്ഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഫോക്കസസ് ഓൺ പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ? ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ഒരു ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. എന്താണ് അവിടെ ആൻസർ വരുന്നത്? ക്യൂറേറ്റീവ് ഉണ്ട്, പ്രിവെന്റീവ് ഉണ്ട്, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഏതാ വരുന്നത്? ട്രെയിനിങ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞില്ലേ, ആ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരുമോ? ഹെൽത്ത് പ്രൊമോഷൻ. ഓക്കെ, നോട്ട് ചെയ്യാട്ടോ. The preventive function of a hospital is primarily concerned with the question mark അല്ല, രണ്ട് ഡോട്ട്സ് ആണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നോക്കാം. The preventive function of a hospital is primarily concerned with എന്താണ്? ഹെൽത്ത് പ്രൊമോഷൻ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, എഴുതിയോ ശ്രീലക്ഷ്മി? Okay. Next one,
conducting health related chapter 2 functions of hospital revision ആണ് കേട്ടോ. module 5 conducting health related research for the improvement of health or prevention of diseases falls under which hospital function. ഹെൽത്ത് റിലേറ്റഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഏത് തരം ഫംഗ്ഷനിലാണ്? യെസ്, വെരി ഗുഡ്, റിസർച്ച് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അതിൽ ഇത്തരം ചോദ്യങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത മോക്ക് ടെസ്റ്റ് ഇല്ലാത്തതിൽ ഏതെങ്കിലും എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നത് ഫങ്ഷൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തത് ഏതായിരുന്നു? ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ അല്ലേ? ചാപ്റ്റർ 8. അതിൽ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതും അതിൽ നിന്നായിരിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഷെഡ്യൂൾഡ് ഡ്രഗ്സിന് നമ്മൾ കുറെ കോഡുകൾ പഠിച്ചിട്ടുണ്ട്. ആ കോഡ് അനുസരിച്ച് പഠിക്കേണ്ടി വരും. ABC എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? നോക്കാട്ടോ, ടെക്സ്റ്റ് എടുത്തിട്ടെ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിലെ ഡ്രഗ് ലൈസൻസ് എന്ന ഭാഗം നോക്കണം. അതേപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ഡ്രഗ് ലൈസൻസ് എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ശരിയാൻ ശ്രദ്ധിക്കാതെ പഠിക്കാം കേട്ടോ. അല്ലാതെ ഇതിൽ നമ്മളിപ്പോ കുറച്ച് പറയും, അതിലേതെങ്കിലും ഇല്ലാത്ത ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഇവിടെ ചിലപ്പോൾ ഒരു ഡാഷ് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. Dash is a system for ensuring that products are consistently produced and controlled according to quality standards. എന്താണ്? GMP ആണ് കേട്ടോ. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആയിരിക്കും വരുന്നത് ആൻസർ. ഓക്കെ, പിന്നെ ജനറൽ ഡ്രഗ്സുകൾ നോക്കണം. അതിന്റെ ടൈപ്സും ഈ പേരുകളൊക്കെ ഒന്ന് നോക്കി പോവാം. അന്ന് നമ്മളിത് പറഞ്ഞു തന്നിരുന്നു അല്ലെ, ജനറൽ ഡ്രഗ്സിലും ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ പേരുകളൊക്കെ. അനൽജെസിക്സ്, പെയിൻ കില്ലേഴ്സ്, ജനറൽ ഡ്രഗ്സ് ഏതൊക്കെ കാറ്റഗറിയാണ്, ബ്രാൻഡഡ് ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേരുകൾ പഠിച്ചത്. ഈ ഒരു ബോക്സിലുള്ള പേരുകൾ ഒന്ന് നോക്കാം കേട്ടോ. ഈ ബ്ലഡ് പ്രഷർ ഡ്രഗിന്റെ പേരൊന്ന് പഠിക്കണം. ബ്ലഡ് പ്രഷർ ഡ്രഗിന്റെ അതൊന്ന് പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല, പിന്നീടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. ബ്ലഡ് പ്രഷർ ഡ്രഗ്, ജനറൽ ഡ്രഗ് ഏതാണ്? എറ്റനോൾ, എറ്റൻ. ഈ ബോക്സിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിരുന്നില്ലേ, നോട്ട് ചെയ്യാനൊക്കെ? എന്തൊക്കെയോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ടെക്സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ടെക്സ്റ്റ് കയ്യിലില്ലേ നിങ്ങളുടെ? RX എന്താണെന്ന് അറിയാനുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ് നോക്കാം.
ഇവിടെ ഇവിടെ റെസിപ്പിയുടെ മീനിങ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം കേട്ടോ. യെസ്, ഷെഡ്യൂൾഡ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഇനി ആ ഒരു ചാപ്റ്റർ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ടൊക്കെ പറയാം. യെസ്, ശ്രദ്ധിക്കുക കേട്ടോ. Paracetamol is a generic drug. ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ. Paracetamol is a generic drug. Which of the following is a brand name for it? അതിന്റെ ബ്രാൻഡ് നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു ജനറിക് ഡ്രഗ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ബ്രാൻഡ് നെയിം ആയിട്ട് വരുന്നത് എന്തായിരിക്കും? എന്താണ് ബ്രാൻഡ് നെയിം? നോക്കി ടെക്സ്റ്റിൽ നോക്കി, ക്ലോസിൻ അല്ലെ. ക്ലോസിൻ ആണ് ബ്രാൻഡ് നെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, സി, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി വായിക്കുന്നില്ല. ഓക്കെ, ഇനി what is the main difference between a generic drug and a branded name drug? Generic drug branded name drugs തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻ എ, the active ingredient. Option B, the effectiveness of the drug. Option C, the inactive ingredients like colors and flavorings. Then option D, the dosage of the medicine. So generic drug branded തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. എന്താണ് അതിന്റെ കളേഴ്സും ഫ്ലവേഴ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, then what does DL stand for in the context of pharmaceuticals? DL stand for എന്താണ് ഉദ്ദേശിക്കുന്നത്? DL drug license. Okay, drug license. Very good. Okay, next one, what is a generic drug? എന്താണ് generic drug എന്ന് പറയുന്നത്? generic drug എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ ശ്രദ്ധിക്കാം. A drug that is only sold in general stores. A drug that only sold in general stores. Second one, option B, the technical name of the raw material or chemical sort of a drug. The technical name അല്ലെ. എന്താണ് generic drug എന്ന് പറയുന്നത്? ഓപ്ഷൻ സിയും കൂടി കേട്ടോ. A brand name for a popular medication. Option C, a brand name for a popular medication. Then option D, a drug that has no side effects. A drug that has no side effects. ഒരു സൈഡ് ഇഫക്ട്സ് ഉള്ളാത്ത മരുന്നുകളാണ് ജനറിക് ഡ്രഗ് എന്നാണ് പറയുന്നത്. ആണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ് പോപ്പുലർ മെഡിക്കേഷൻ ആണോ? അല്ലെങ്കിൽ എന്താണ്? ടെക്നിക്കൽ നെയിം ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്. ദ ടെക്നിക്കൽ നെയിം ഓഫ് ദ റോ മെറ്റീരിയൽ ഓർ കെമിക്കൽ സോൾട്ട് ഓഫ് എ ഡ്രഗ്. ഓക്കെ, അപ്പൊ ബ്രാൻഡഡ് ജനറിക് ഡ്രഗ് എന്താണെന്ന് ആ ഒരു പോയിന്റ് പഠിക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാത്തവര് നോട്ട് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് എ ജനറിക് ഡ്രഗ്? എന്താണ് ജനറിക് ഡ്രഗ് എന്ന് പറയുന്നത്? ടെക്നിക്കൽ നെയിം ഓഫ് ദ റോ മെറ്റീരിയൽ ഓർ കെമിക്കൽ സോൾട്ട് ഓഫ് എ ഡ്രഗ്. ഈ ഒരു ചോദ്യം ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നോ? Yes. Okay. What does the symbol RX? What does the symbol RX? എന്താണ് RX സൂചിപ്പിക്കുന്നത്? Prescription അല്ലെ. Yes, prescription. Then what are scheduled drugs? What are
ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എന്താണെന്ന് ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. drugs that are scheduled to be discontinued, drugs that can only be taken at specific scheduled times, drugs which cannot be purchased over the counter without a doctor prescription, drugs that are available for free under government schemes. എന്തായിരിക്കും? എന്താണ് ഷെഡ്യൂൾഡ് ഡ്രഗ് എന്ന് പറയുന്നത്? ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡ്രഗ്സ് വിച്ച് cannot be purchased over the counter without a doctor's prescription. ഓക്കെ, മാറിപ്പോയത് കേട്ടോ. യെസ്. Then the manufacture and sales of all drugs in India are covered under which act? ഏത് ആക്ടിന്റെ കീഴിലാണ് ഓൾ ഡ്രഗ്സിന്റെ സെയിൽസ് വരുന്നത്? നോക്കൂ, the Indian Medical Act, the Consumer Protection Act, the Drug and Cosmetic Acts and Rules. Okay, very good. Answer വന്നു കഴിഞ്ഞു. എന്താണ് ആൻസർ? The Drugs and Cosmetic Acts and Rules. Okay, ഓപ്ഷൻ സി ആണ് കേട്ടോ. Next, drugs under which schedule are mostly hormonal preparations and require medical supervision. Question ഒന്നുകൂടെ ശ്രദ്ധിക്കാം. Drugs under which schedule are mostly hormonal preparation and require medical supervision. Teacher options പറയാം. Schedule H, Schedule X, Schedule G, Schedule J. സി ആണോ? സി അല്ലല്ലോ, വേറെ ഏതായിരിക്കും ഓപ്ഷൻ? ഹോർമോണൽ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഏതൊക്കെയാണ്? ഷെഡ്യൂള് ജി ആണ് കേട്ടോ. ഷെഡ്യൂള് ജി ആണ്. മാറിപ്പോരുത്. തെറ്റാൻ പോകുന്നത് ഈ ഷെഡ്യൂൾസുകളായിരിക്കും. മാറിപ്പോരുത് കേട്ടോ. ഷെഡ്യൂള് ജി ആണ് ഹോർമോണൽ പ്രിപ്പറേഷൻ ഡ്രഗ്സ് വരുന്നത് കേട്ടോ. പിന്നെ which schedule requires, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും വ്യക്തമായിട്ട്? which schedule requires the drug label to display RX and a warning note be sold without a prescription? ഏത് ഷെഡ്യൂൾഡ് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഡിസ്പ്ലേ RX. ഓപ്ഷൻ ശ്രദ്ധിച്ചേ. ഷെഡ്യൂൾ ജി, ഷെഡ്യൂൾ എച്ച്, ഷെഡ്യൂൾ സി, ഷെഡ്യൂൾ എക്സ്. ഏതാണ്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. ഷെഡ്യൂൾ എച്ച് ആണ് കേട്ടോ. ഓക്കെ, next one. Which schedules regulations require the retailer to keep a copy of the prescription for 2 years? Which schedules regulations require the retailer to keep a copy of the prescription of 2 years? Schedule H, Schedule G, Schedule X, Schedule J. എന്താണ്? ഷെഡ്യൂൾ എക്സ് ആണ് അല്ലെ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ അല്ലെ? ഷെഡ്യൂൾ എക്സ് ആണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ. Which schedule contains a list of diseases and conditions that no drug may legally claim to treat? ഓപ്ഷൻ ഏതാണ്? ജെ അല്ലെ? ഷെഡ്യൂള് ജെ ആണ് കേട്ടോ. നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോ നമ്മൾ പെട്ടെന്ന് അറിയാവുന്ന പോലെയൊക്കെ പോയി ക്ലിക്ക് ചെയ്യരുത്.
ചിലപ്പോ തെറ്റിപ്പോകും. ആൽഫബറ്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് അതിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ. Schedule A contains that. At the question, Schedule A contains that. Schedule A എന്താണ് contain ചെയ്യുന്നത്? Schedule A. Options നോക്കൂ. Fee structure for labs, list of poison, various forms and format for application of licensing. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണോ? ഷെഡ്യൂൾ എയിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? യെസ്, ഫോർമാറ്റ്സ് ആണ് അല്ലെ. ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോംസും ഫോർമാറ്റും ആണ് ഷെഡ്യൂൾ എയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ. യെസ്, ആപ്ലിക്കേഷൻ ആൻഡ് ഫോർമാറ്റ്സ് ഓഫ് ലൈസൻസിങ്. ഓക്കെ. Serums and yes for licensing വേണ്ടിയിട്ടുള്ള serums and vitamins fall under which schedule that regulates biological products? ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ സി ഏതാണ്? ഓപ്ഷൻ സി ഷെഡ്യൂള് സി ആണ് അല്ലെ. ഷെഡ്യൂള് സി ആണ് എന്തിൽ വരുന്നത്? സിറംസും വൈറ്റമിൻസും ഒക്കെ അല്ലെ, അതിന്റെ റെഗുലേഷൻസ് വരുന്നത്. Regulations and standard for running a blood bank are contained in which schedule? Regulations and standard for running a blood bank are contained. Answer ഏതാണ്? Schedule F1, Schedule F2, Schedule M, Schedule F. ഏതാണ് ആൻസർ? Schedule F ആണ് അല്ലെ. Schedule F. Okay. Next one. Regulations for the manufacturing premises, waste disposal and equipment are found in which schedule? Regulations for the manufacturing premises, waste disposal and equipment. Option C, schedule M ആണ് അല്ലെ. പിള്ളേരെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടല്ലേ പറയുന്ന ആൻസർ? നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അല്ലേ ആൻസർ പറയുന്നേ? ആണോ? അറിഞ്ഞു പറയുന്നതാണോ? പഠിച്ചിട്ട് പറയുന്നതാണോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നേരത്തെ പഠിച്ചു കഴിഞ്ഞത്? ഓക്കെ. ഇനി ഫാർമസിസ്റ്റ് വേണ്ടിയിട്ടുള്ള ഏത് ഷെഡ്യൂൾ ആണ് നമ്മൾ പറയുന്നത്? ഫാർമസിക്ക് വേണ്ടിയിട്ട് ഏത് ഷെഡ്യൂൾ ആണ്? എസ്. ഷെഡ്യൂൾ എം ആണോ, പി ആണോ, ക്യൂ ആണോ, എൻ ആണോ? ഷെഡ്യൂൾ എൻ ആണ് അല്ലെ. ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള റെഗുലേഷൻസും റിക്വയർമെന്റ്സ് ഉൾപ്പെടുന്നത് എന്തിലാണ്? ഷെഡ്യൂൾ എൻ ആണ് കേട്ടോ. ഈ ഭാഗത്ത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മള്? അത് എല്ലാ ഷെഡ്യൂളും പഠിക്കുക, എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. അപ്പൊ ഒന്നും തെറ്റിപ്പോവില്ല കേട്ടോ. തിരിച്ചു പോകാതിരിക്കാനാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പറയുന്നത്. അത് മാത്രം, ആ ഭാഗം മാത്രം നിങ്ങൾ റിവൈസ് ചെയ്യുക നല്ലോണം. എല്ലാ ദിവസവും പഠിക്കുക. എല്ലാ ദിവസവും അതിനു വേണ്ടി മാത്രം ഇച്ചിരി സമയം കണ്ടെത്തിയ ഒട്ടും മാറിപ്പോകില്ല കേട്ടോ ആൻസേഴ്സ്. ഇന്ന് മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങി കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടി പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് വരാതിരിക്കുക. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കാം. റെഗുലേഷൻസ് റിഗാർഡിംഗ് regulations regarding the life period and storage of various drugs are specified in which schedule? Regulations regarding the life period and storage of various drugs. Scheduled P ആണ് അല്ലെ ആൻസർ. ഷെഡ്യൂൾ പി ആണ് കേട്ടോ. യെസ്.
Okay. Then schedule T contains എന്താണ് T എന്താണ് ഉൾപ്പെടുന്നത്? Manufactures which product? ഏത് പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷെഡ്യൂൾ T? ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി പ്രൊഡക്ട്സ് കേട്ടോ. അത് നിങ്ങൾക്ക് മറന്നു പോവില്ല, എളുപ്പമാണ് കുറച്ചുകൂടി പഠിക്കാൻ. ഷെഡ്യൂൾ ടി ഉൾപ്പെടുന്നതാണ് ഈ 3 റെഗുലേഷൻസ് ആണ്. എന്തിനെ കുറിച്ചുള്ളതാണ്? മാനുഫാക്ചേഴ്സ് ഓഫ് ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി പ്രൊഡക്ട്സ്, ഷെഡ്യൂൾ ടി കേട്ടോ. ഇനി ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഏത് ഷെഡ്യൂൾസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ക്ലിനിക്കൽ ട്രയൽസുകൾ, ഗൈഡ് ലൈൻ ഫോർ ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് ഏതാണ്? ഷെഡ്യൂൾ വൈ അല്ലെ? ഷെഡ്യൂൾ വൈ. യെസ്. Then എക്സാം ഡേറ്റ് വന്നിട്ടില്ല, നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടില്ലല്ലോ. ഇല്ല, നമുക്ക് മാക്സിമം ഒരു ഈ മാസം ലാസ്റ്റ് ആവുമ്പേക്ക് ക്ലാസ് തീരും. 28ോടുകൂടി നമ്മുടെ ക്ലാസ് തീരും റെഗുലർ ആയിട്ടുള്ളത്. അങ്ങനെയാണ് ചെറിയൊരു ഇൻഫർമേഷൻ. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു വന്ദനാൻസിന്റെ മാത്രമേ പോർഷൻസ് തീരാതെയുള്ളൂ തോന്നുന്നു അല്ലേ? ആണോ? സോളമിക്സിന്റെ തീർന്നിട്ടില്ലേ? വന്ദനയുടെ തീർന്നല്ലോ. വന്ദനയുടെ തീർന്നിട്ടില്ലേ? സമയമുണ്ടോ? നിങ്ങൾക്ക് അതിന് സ്റ്റഡി ലീവ് ഒക്കെ തരുമല്ലോ, പഠിക്കാൻ സമയമുണ്ടോ? നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ്, ഹൗ ഷുഡ് ഷെഡ്യൂൾ 2 ഡ്രഗ്സ് ബി സ്റ്റോർഡ്? സ്റ്റോറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, സ്റ്റോറേജ് ലൊക്കേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് നമ്മള് ഷെഡ്യൂൾ 2 ഡ്രഗ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഷെഡ്യൂൾ 2 ഡ്രഗ്സ്, ഷെഡ്യൂൾ 2 2 ഏതായിരിക്കും? ഒന്ന് നോക്കാം, ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഇൻ എ റെഫ്രിജറേറ്റർ, ഡബിൾ ലോക്ക്ഡ്, ഓൺ ദ ടോപ്പ് ഷെൽഫ്, ഇൻ എ ട്രാൻസ്പെറന്റ് കണ്ടെയ്നർ. യെസ്, വെരി ഗുഡ്. എന്താണ്? ഡബിൾ ലോക്ക്ഡ് ആയിട്ടുള്ളതാണ് അല്ലെ? ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് ഡബിൾ ലോക്ക്ഡ് ആണ് അല്ലെ? യെസ്, വെരി ഗുഡ്. ഡബിൾ ലോക്ക്സ് ആണ്. Then what is the USP standard temperature range for a medication refrigerator? What is the USP standard temperature range for a medication refrigerator? 0 to 10 degree Fahrenheit, 20 to 30 degree, 36 to 46 degree, 50 to 60 degree. C ആണല്ലേ? 36 to 46 degree Fahrenheit. Okay. കണ്ടോ? റെഫ്രിജറേറ്റർ ട്രക്സിൽ കിടപ്പുണ്ട്. നോക്കാട്ടോ. Next one. What is the production rate? What is the production rate or manufacturing rate of a drug? എന്താണ് പ്രൊഡക്ഷൻ റേറ്റും എന്താണ് മാനുഫാക്ചറിംഗ് റേറ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം ട്ടോ. The date the drug was ordered. The date the drug was ordered. The date the drug was patent. The date the drug was patent. The date when the batch of the drug was produced. The date when the batch of the drug was produced. The date the drug arrival at the pharmacy. ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത്, മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്
C ആണ് അല്ലെ. The date when the batch of the drug was produced. പ്രൊഡ്യൂസ് ചെയ്തതാണ് അല്ലെ. പ്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് ആണ് എന്ത്? പ്രൊഡക്ഷൻ ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എക്സ്പിറേഷൻ ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഇസ് ദ എക്സ്പിറേഷൻ ഡേറ്റ് ഓഫ് എ ഡ്രഗ്? ഏതായിരിക്കും ആൻസർ? The date when the drug expires and should not be used. അല്ലെ. അതായത് നമ്മൾ അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് എന്ത്? എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. date when the drug expired and should not be used. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? 34 എക്സ്പയറി ഡേറ്റ് തന്നിട്ടുണ്ടോ? മോക്ക് ടെസ്റ്റിൽ നോക്കി. ഇല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. What is expiry date of a drug? എന്താണ് ആൻസർ? The date when the drug expires and should not be used. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ അറിയാൻ പറ്റും. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടോ എഴുതാത്തവര്? Next one, LASA drugs. What are LASA drugs? കാണാൻ അറിയാൻ പറ്റുമല്ലോ. Look like, sound like drugs. LASA drugs. Look like, sound alike drugs. Look alike, sound alike drugs ആണ് കേട്ടോ. Okay. LASA drugs എന്ന് പറയുന്നത് look alike, sound alike drugs. Okay. ഇനി ഇത് ടീച്ചർ പറയുന്ന ഡ്രഗ് അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് പറയാൻ പറ്റുമോ നോക്കട്ടോ. Prozac and Prilosex. Prozac and Prilosex. ഇത് ഏത് ഡ്രഗ് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഡ്രഗിലായിരിക്കും വരുന്നത്? Prozac and Prilosex. യെസ്, എന്താണ്? ലാസ ഡ്രഗ്സ് ആണ് അല്ലെ. എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം അങ്ങനെ? എന്തുകൊണ്ടാണ്? ലുക്കും സൗണ്ടും അല്ലെ. സൗണ്ട് ഏകദേശം ഒരേപോലെയാണ് അല്ലെ. ഒരേ പ്രൊനൗൺസിയേഷൻ ആണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. ഓക്കെ, Prozac and Prilosex കേൾക്കുമ്പോ ഓക്കെ സിമിലർ സൗണ്ടിങ് ആയതുകൊണ്ട് അപ്പൊ അത് ലാസ ഡ്രഗ്സിന്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ചിലപ്പോ എങ്ങാനും വേറെ ഏതെങ്കിലും ഡ്രഗ് ഇതേപോലെ ചോദിച്ചെന്നിരിക്കും. വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഡ്രഗ് ചോദിച്ചാലും നിങ്ങൾ അതൊന്നും പറഞ്ഞു നോക്കുക കേട്ടോ. ഡ്രഗിന്റെ പേരുകൾ പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇത് ലാസ ഡ്രഗ്സ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നതില് ആ ഒരു സിമിലാരിറ്റീസ് തോന്നും. ഓക്കെ, അപ്പൊ പറഞ്ഞു നോക്കിയിട്ട് അങ്ങനെ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്നുള്ള കാര്യം പറഞ്ഞു തന്നെ കേട്ടോ. ഇതാവുമ്പോ ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇതാണ് ഇപ്പോൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ എങ്ങാനും ചോദിച്ചോളൂ, എനിക്ക് എങ്ങാനും ചോദിച്ചാലോ നോക്കാൻ പറഞ്ഞു കേട്ടോ. ഇനി വാട്ട് ഈസ് എ ബാച്ച് നമ്പർ? എന്താണ് ഒരു ബാച്ച് നമ്പർ എന്ന് പറയുന്നത്? ഒരു ഡ്രഗിന്റെ ബാച്ച് നമ്പർ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മള് ബാച്ച് നമ്പർ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ. The license number of the pharmacist, the license number of the pharmacist, the prescription number, and a mandatory protocol number issued for each lot of a drug manufactured. And C, the total number of tablets in the packages. ഏതാണ് ആൻസർ? ബാച്ച് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാൻഡേറ്ററി പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നമ്പർ ആണ് അല്ലേ? യെസ്, a mandatory protocol number issued for each lot of a drug manufactured. Okay. Then which two professionals are mentioned as being involved in medicine manufacturing? Medicine manufacturing involved ചെയ്തിരിക്കുന്ന രണ്ട് പ്രൊഫഷണൽസ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ. ഡോക്ടർ ആൻഡ് നഴ്സ്, administrator and manager, chemist and quality manager, and pharmacist and technician. എന്താണ് ആൻസർ? യെസ്, chemist and quality manager. chemist and quality manager അല്ലെ. ഒരു മെഡിസിന്റെ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രൊഫഷണൽസ് ആണ് കെമിസ്റ്റും ക്വാളിറ്റി മാനേജറും കേട്ടോ.
Okay. And the next one, what is strip packing? What is strip packing? Strip അല്ലേ? Strip packing എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. Packing tablets in a plastic bottle, packing tablets in a paper or aluminum strip, packing syrup in a glass bottle, packing ointment in a tube. ഏതായിരിക്കും ആൻസർ? സ്ട്രിപ്പിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാക്കിംഗ് ടാബ്ലറ്റ്സിന്റെ പേപ്പർ അല്ലെങ്കിൽ അലൂമിനിയം സ്ട്രിപ്പ് ആയിരിക്കും അല്ലെ? നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിലുണ്ടത് അലൂമിനിയം സ്ട്രിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്പുകൾ. പിക്ചർ ഉണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പോ അതേപോലെ പിക്ചർ വന്നിട്ടും ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഇതിന്റെ അടിയിൽ വരുന്ന പേരുകളൊന്ന് നോക്കി വെക്കാം. ട്യൂബ് കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇഞ്ചക്ഷൻ വയല്, ബോട്ടിൽ പാക്ക്, ബ്ലിസ്റ്റർ പാക്ക്. ബ്ലിസ്റ്റർ എന്നുള്ള പേര് കിട്ടാതിരിക്കരുത്, മറന്നു പോരുത് കേട്ടോ. അലുമിനിയം നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ബ്ലിസ്റ്റർ ആണ് മറന്നു പോകുന്നത് എല്ലാവരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ ബ്ലിസ്റ്റർ പാക്കിങ്. അതായത് അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ ട്യൂബ് പോലത്തെ ഗുളികയെന്ന് ആലോചിച്ചാൽ കിട്ടും കേട്ടോ. ഇനി injections are typically packed in glass bottles known as what? Injections ഏത് ബോട്ടിൽസിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ വയലാണ് അല്ലേ? കണ്ടോ, ഇഞ്ചക്ഷൻസ് വയൽസിലാണ്. അതിങ്ങനെ എന്താണ്, അതിന്റെ ക്യാപ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ? പ്രത്യേക തരമാണ്. യെസ്, അതിങ്ങനെ ജസ്റ്റ് വലിച്ചു തുറക്കേണ്ട ഒരു ഇതാണ്. അതായത് യാതൊരു കാരണവശാലും എങ്ങനെയും അത് പുറത്തേക്ക് പോവില്ല. യെസ്, അതിലിരിക്കുന്ന ആ ലിക്വിഡ് ഒരിക്കലും പുറത്തേക്ക് പോവാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു ക്യാപ്പ് വരുന്നത്. ഓക്കെ, യെസ്, വെൽ ഡ്രസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് അത്. ഓക്കെ, അപ്പൊ വയൽസ് ആണ് നോക്കാം കേട്ടോ. ബ്ലിസ്റ്റർ പാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്ലിസ്റ്റർ പാക്കിംഗ് ഒന്നല്ലെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, അലുമിനിയം ബോട്ടം ആയിരിക്കും അല്ലെ? ബ്ലിസ്റ്റർ പാക്കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? പാക്കിംഗ് ഇൻ ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് വിത്ത് ആൻ അലുമിനിയം ബോട്ടിൽ. അലുമിനിയം ബോട്ടം, അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് അലുമിനിയം ആയിരിക്കുള്ളൂ. പാക്കിംഗ് എങ്ങനെയായിരിക്കും വരുന്നത്? പ്ലാസ്റ്റിക് ആയിരിക്കുള്ളൂ. ആ കുറുകി ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതിന്റെ ബോട്ടം നോക്കൂ, അലുമിനിയം ആണ്. മുകളിൽ വന്നിരിക്കുന്ന ഈ മെഡിസിൻ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാക്കിംഗ് എന്താണ്? പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, യെസ്. And the next one, amoxicillin in a generic name for which type of drug? Amoxicillin in a generic drug, which type of drug? Options are analgesic, antibiotic, vitamins and blood pressure drug. ഏതാണ്? ആന്റിബയോട്ടിക് ആണ് അല്ലെ? അമോക്സിലിൻ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഡ്രഗ് കാറ്റഗറി ആണ്. Then schedule F2 contains. Schedule F2 contains. Schedule F2 contains. Schedule F2. Regulations and standard for surgical dressing. കേട്ടോ. അപ്പൊ F ഒടങ്ങിയുള്ളതൊന്ന് ശ്രദ്ധിക്കണേ. F മുതൽ FF വരെ പഠിക്കണം കേട്ടോ. F1, F2, F3, SF. F കാറ്റഗറീസിൽ വരുന്ന ഷെഡ്യൂളുകൾ ശ്രദ്ധിച്ചു പഠിക്കാം. അതങ്ങനെ അപ്പൊ നിങ്ങൾ കുറച്ച് പോർഷൻസ് ആക്കി പഠിച്ചാലും മതി. Then according to Schedule U, what is regulator? According to Schedule U, what is regulator? U എന്താണെന്ന് പഠിച്ചത്? Record keeping, regulations and requirements of record keeping. Okay, very good.
Then atenolol is a generic drug used for what? Atenolol is a generic drug used for what? Atenolol എന്തിനാ generic drug ആണോ? എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കൂ. പെയിൻ റിലീഫ്, ഇൻഫെക്ഷൻ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ബ്ലഡ് പ്രഷർ. BP ആണ് അല്ലെ, ബ്ലഡ് പ്രഷറിനാണ് നമ്മൾ അറ്റനോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ആ റൂൾസ് പഠിച്ചതിന്റെ ഭാഗത്തിലാണ് ഇത് വരുന്നത്. The text from which rule details the condition of license for drugs? The text from which rule details the condition of license for drugs? Either rule aanu nokkato. Rule 67, Rule 19(7), Section 28U, 28U, Section 291. ഇതിലാണ് നമ്മുടെ ലൈസൻസ്, ഡ്രഗ്സിന്റെ ലൈസൻസിനെ കുറിച്ച് പറയുന്നത്. 291 ആണോ? എന്താണ്? കണ്ടോ? Rule 67 details the condition of license. കണ്ടോ? Rule 67 ആണ് കേട്ടോ. കണ്ടീഷൻസ് ഓഫ് ലൈസൻസ് മെൻഷൻ ചെയ്യുന്നത് റൂൾ 67-ലാണ്. 291-ൽ ഏതാണ് വരുന്നത്? 291-ല് പ്രൊവിഷൻസ് ആണ്, മെഡിക്കൽ സർവീസസുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടീഷന്റെ പ്രൊവിഷൻസസ് ഒക്കെയാണ് അതിൽ വരുന്നത്. 28-ലെ സെക്ഷൻസിൽ വരുന്നതൊക്കെ അതിന്റെ ഡയറക്ഷൻസും മെഡിക്കൽ സംസ്ഥാനത്തിന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊന്നും അണ്ടർലൈൻ ചെയ്യാത്തവർ ചെയ്തോളൂ കേട്ടോ. The Rule 67 details the condition of license. Then Schedule K contains substance and drug and their corresponding regulations. Schedule K dot various substance and drugs and their corresponding regulations. നോക്കിയിട്ടുണ്ടായില്ലേ? നോക്കാട്ടോ. Schedule K contains various substances and drugs, their corresponding regulations. ഇനി സ്റ്റാൻഡേർഡ് ഫോർ ophthalmic കണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, ophthalmic ointments and solutions are in which schedule? ഏത് ഷെഡ്യൂളിലാണ് ophthalmic ointments ഉൾപ്പെടുന്നത്? ടീച്ചർ ഓപ്ഷൻസ് പറയാം. ഷെഡ്യൂൾ F1, ഷെഡ്യൂൾ F2, F3, FF. ഏതാണ്? ഷെഡ്യൂൾ FF ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കാം. അതിന്റെ ഐ ഓയിൽമെന്റ്സ് ഒക്കെ ഉൾപ്പെടുന്നത് FF-ലാണ്, ഐ ഓയിൽമെന്റ്സ് ഉൾപ്പെടുന്നത് SS-ലാണ്. ഓക്കെ, ഒന്ന് പറഞ്ഞോ. Ointments are typically packed with the wax. Ointments are typically packed in what? എന്തിനാണ് നമ്മൾ ഓയിൽമെന്റ്സ് പാക്ക് ചെയ്ത് വരുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. ഗ്ലാസ് വയർസ്, പേപ്പർ സ്ട്രിപ്സ്, പ്ലാസ്റ്റിക് ഓർ അലുമിനിയം ട്യൂബ്സ്, ബ്ലിസ്റ്റർ പാക്സ്. ഇതാണ് ട്യൂബ് ആണ് അല്ലെ, പ്ലാസ്റ്റിക് ഓർ അലുമിനിയം ട്യൂബ്. പ്ലാസ്റ്റിക് ഓർ അലുമിനിയം ട്യൂബ്സ് ആണ് നമ്മുടെ ഓയിൽമെന്റ്സിലൊക്കെ പാക്ക് ചെയ്ത് വരുന്നത് കേട്ടോ. Then Schedule P1 contains regulation regarding what aspects of drug? Schedule P1 ൽ എന്തായിരിക്കും?
ഷെഡ്യൂൾ P1 എന്താണ്? Contains regulation regarding retail package size and various drugs ആണ് കേട്ടോ. പാക്കേജസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പാക്കേജ് സൈസസ്. Then schedule set contains, set contains set. ഇതായിരിക്കും ഷെഡ്യൂൾ സെറ്റില് list approved drugs for veterinary uses. Okay. Yes, veterinary uses എന്നാണ് നമ്മൾ ഷെഡ്യൂൾ സെറ്റ് ഡ്രഗ്സിൽ വരുന്നത് കേട്ടോ. What is the common name for an analgesic? What is the common name for an analgesic? Analgesicന്റെ common name എന്താണെന്ന്? Vitamin, antibiotic, painkiller, none of the above. എന്താണ്? Option C, painkiller ആണ് കേട്ടോ. Painkiller. Analgesics എന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് painkillers ആണ് കേട്ടോ. നമ്മുടെ ഡിസിൻഫെക്റ്റിന്റെ ഫ്ലൂയിഡുകളൊക്കെ ഉൾപ്പെടുന്നത് ഏത് ഷെഡ്യൂളിലാണ്? ഡിസിൻഫെക്റ്റിന്റെ ഉൾപ്പെടുന്നത് ഏത് ഷെഡ്യൂളിലാണ്? ഷെഡ്യൂൾ O ആണ് കേട്ടോ. ഷെഡ്യൂൾ ഓയിലാണ് ഡിസിൻഫെക്റ്റൻസ് നാശിനികളൊക്കെ ഉൾപ്പെടുന്നത്. Which document must be consulted? Which document must be consulted to find the fee structure for government-run labs? Which document must be consulted to find the fee structure for the government-run labs? Schedule A, Schedule B, Schedule C, Schedule D. Government fee structure lab ഏതിലാണ് വരുന്നത്? Run labs ഒക്കെ വരുന്നത് ഷെഡ്യൂൾ B ആണ് കേട്ടോ. Schedule B. The last one, a single batch of a drug can contain a large number of units. For example, എന്താണ് നമ്മള് ടാബ്ലറ്റ്സിന്റെ എണ്ണം പഠിച്ചൊരു ഭാഗം എന്താ ഓർമ്മയുണ്ടോ? ഒരു ബാച്ചിൽ എത്രത്തോളം കൊള്ളും എന്നുള്ളത് കണ്ടോ? അപ്പോ a single batch of a drug contain a large number of units. അതായത് എത്രയാണ്? batch number contain 20 lakh tablets and capsule. Okay, 20 lakhs അതായത് 2 million tablets അല്ലെ? 20 lakhs അല്ലെങ്കിൽ 20 lakhs tablets ആണ് അതിൽ ഉൾപ്പെടുന്നത്. ആൻസർ P ആണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തിരുന്നേ. ഇപ്പൊ ബാച്ച് നമ്പറിന്റെ ഭാഗം ഒന്ന് നോക്കണം. Then last question, the warning, the warning, it is dangerous to take this preparation except under medical supervisor, appears on which schedule of drugs? The warning, it is dangerous to take this preparation except under medical supervision, appears on which schedule of drugs? ഇത് ഡ്രഗ് ആയിരിക്കും ഷെഡ്യൂൾ H, ഷെഡ്യൂൾ X, ഷെഡ്യൂൾ J, ഷെഡ്യൂൾ G. ഷെഡ്യൂൾ G ഏത് തരം ഡ്രഗ്സ് ആണ്? ഷെഡ്യൂൾ G നോക്കൂ, ഷെഡ്യൂൾ G ഏതാണ്? ഇങ്ങനെയുള്ളതാണ് ഷെഡ്യൂൾ G. എങ്ങനെയുള്ള ഡ്രഗ്സുകളാണ്?
ഇങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ പഠിച്ചത് ഷെഡ്യൂൾ ബി. ഹോർമോണൽ ഹോർമോണൽ ാണ്. പിന്നെ എന്താ അതിന്റെ പ്രത്യേകത? Dangerous to take this preparation except under medical supervision. അല്ലെ? മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു മെഡിസിൻസ് കഴിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? ആ ഒരു കാറ്റഗറിയിലാണ് ഷെഡ്യൂൾ ജി വരുന്നത്. കൂടുതൽ ഭാഗങ്ങൾ എഴുതിയതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഷെഡ്യൂൾ ജിയും എച്ചും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. കാരണം മെയിൻ ആയതുകൊണ്ടാണ് എക്സാമിന് എങ്ങനെയാണ് ചോദിച്ചത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ചിലതില്. അപ്പൊ നിങ്ങള് ഷെഡ്യൂൾ തുടങ്ങിയ എല്ലാ ഡ്രഗ്സുകളും ഈ ഡ്രഗ്സിന്റെ ചാപ്റ്ററുകൾ എല്ലാ ദിവസവും റിവൈസ് ചെയ്ത് പഠിച്ചോളൂ. അപ്പൊ എന്തായാലും മറന്നുപോയില്ല. ഓക്കെ, സെറ്റ് വരെ ഉള്ളത് പഠിക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you.